ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും ദൈവവചനം കേൾക്കുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, അല്ലെങ്കിൽ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം തകർന്നു പോകാതിരിക്കുന്നതും പലരും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇന്നും നമ്മൾ ജയാളികളായിട്ട് മുൻപോട്ട് പോകുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ എന്തോ നല്ല ഗുണങ്ങൾ കൊണ്ടല്ല, യേശു കർത്താവിൻ്റെ സ്നേഹവും കൃപയുമാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ജീവിതവും ഇവിടെ തകർന്നു പോയി എന്ന് ചിന്തിച്ച സ്ഥാനങ്ങളിലെല്ലാം തകർന്നു പോകാതെ, തളർന്നു പോകാതെ അത്ഭുതകരമായി കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്തി. ആ കർത്താവിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കുമായിട്ട് നമുക്ക് നന്ദി പറയാം. തുടർന്ന് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ യേശുവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ. യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ച വേദഭാഗം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായും പാപത്തിൻ്റെ വിമോചനത്തിനായും ജനിച്ചു. നമുക്ക് നന്നായിട്ടറിയാം, യേശു കർത്താവിൻ്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം കന്യകയായ അവിവാഹിതയായ മറിയയുടെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുകയാണ്, ലോകത്തിൻ്റെ രക്ഷകൻ നിന്നിൽ ജനിക്കുവാൻ പോകുന്നു. വാസ്തവത്തിൽ മറിയ ആ സമയത്ത് ഉള്ളിൽ ഭയന്നുപോയി. കാരണം അവൾ അവിവാഹിതയാണ്, അവൾ വിവാഹം കഴിച്ചവളല്ല. അവളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. എന്നാൽ ആ സമയത്താണ് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ഇത് ദൂതൻ പറഞ്ഞ വാക്ക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഈ TV പ്രോഗ്രാം കാണുന്ന നിങ്ങളോടും ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. മറിയ ആ വാക്കങ്ങ് വിശ്വസിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ദൂതനോട് പറയുക, അങ്ങനെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസിയ, നിൻ്റെ ഹിതം എന്നിൽ നടക്കട്ടെ. അത്യുന്നതിൻ്റെ ശക്തി അവിടെ മേൽ നിഴലിട്ടു. നമുക്ക് നന്നായിട്ടറിയാം, യേശു കർത്താവ് ഒരു പുരുഷൻ്റെയോ ഒരു സ്ത്രീയുടെയോ ഇഷ്ടത്തിലല്ല ജനിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത്. യേശു ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിലാണ് ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാകില്ല. സകല മനുഷ്യരുടെയും രക്തം പാപത്തിൻ്റെ കലർപ്പുണ്ടായപ്പോൾ, എല്ലാ മനുഷ്യരിലും പാപം പിടിക്കപ്പെട്ടപ്പോൾ നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. അങ്ങനെങ്കിൽ മനുഷ്യൻ മുഴുവൻ പാപികളായിരുന്നപ്പോൾ, ആരിലും ഒരു നന്മയും ഇല്ലാതെ ഇരുന്നപ്പോൾ, മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനായവനെ, പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു. യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തിയതിനാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, വിദ്വാൻമാർക്ക് ദൂതന്മാർ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ദാവീദിൻ്റെ പട്ടണത്തിൽ ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്ന വാർത്ത, മിശിഹ ജനിച്ചിരിക്കുന്ന വാർത്ത അറിയപ്പെട്ടപ്പോൾ അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് അന്വേഷിക്കുകയും ഹെരോദാവ് എന്ന രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ വധിച്ചു കളയാം. ഈ സന്ദർഭത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ നിയമപ്രകാരം കടിഞ്ഞൂലായ
ആൺകുഞ്ഞുങ്ങളൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണമെന്നൊരു പ്രമാണമുണ്ട്. ആദ്യം ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് ആലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടണം. അങ്ങനെ മറിയയും ജോസഫും യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെല്ലുന്നതായ സന്ദർഭത്തിൽ ആ യെരുശലേം ദേവാലയത്തിൽ അവിടെ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണത്തില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ച മനുഷ്യനുമായിരുന്നു. ആ മനുഷ്യൻ വളരെ പ്രായം ചെന്ന ശിമയോൻ, ഒത്തിരി പ്രായം ചെന്ന് മുഖത്തെ ആ സ്കിന്നെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കണ്ണെല്ലാം കുഴിഞ്ഞിറങ്ങി വേച്ചും വിറച്ചും നടക്കുന്ന ശിമയോൻ, അത്ര പ്രായം ചെന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് യേശു കർത്താവും മറിയയും ജോസഫും ആ ദേവാലയത്തിലെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു. താൻ ദീർഘനാളുകൾക്ക് മുമ്പ് ഒരു ദൈവശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അവൻ അരുളപ്പാടുണ്ടായി. അതിനകത്തുനിന്നും ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് കർത്താവ് ഒരു ആലോചന അറിയിക്കുക. നോക്കി പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗ്ദത്വം അവൻ്റെ മേലുള്ളതിനാൽ അവൻ്റെ പ്രായത്തിന് അവനെ മാറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവൻ്റെ ശാരീരിക അസ്വസ്ഥതകൾക്ക് അവനെ മാറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് TV പ്രോഗ്രാമിലൂടെ ചില വ്യക്തികളോട് ഞാൻ വ്യക്തമായി പറയുന്നു, കർത്താവിൻ്റെ വാഗ്ദത്വം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തികൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. വാഗ്ദത്തമുള്ള നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. യേശു കർത്താവ് നിങ്ങളെ ദേശത്തിൽ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിച്ചിരിക്കും. ഇനി ഒരു പ്രവാചകനിലൂടെ ദൈവം അത് പറഞ്ഞില്ലെങ്കിൽ പോലും 66 പുസ്തകങ്ങളടങ്ങിയ ഈ വിശുദ്ധ ബൈബിൾ നിങ്ങളോടുള്ള അരുളപ്പാടാണ്, നിങ്ങളോടുള്ള പ്രവചനമാണ്, നിങ്ങളോടുള്ള ആലോചനയാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ ദേശത്തിൽ നിന്നെ മാനിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോടുള്ളതാണ്. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിങ്ങൾക്ക് ഫലിക്കുകയില്ലെന്ന ആലോചന നിങ്ങളോടുള്ളതാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹത്തിൻ്റെ ദൂതുകളും നിങ്ങളോടുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ആയതിനാൽ ഇത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സ്വീകരിക്കാനും ഇത് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ശിമയോൻ ഒരു വലിയ ദൂത് അവൻ്റെ മേലുണ്ടായിരുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തെ കാണുന്നതിന് മുൻപേ മരണം കാണത്തില്ലെന്ന്. ഇന്ന് ചില വ്യക്തികളുടെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ചില വിഷയങ്ങൾ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുക, ഭാരപ്പെട്ടിരിക്കുക. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും, എൻ്റെ ശുശ്രൂഷ എന്താകും, ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി ചില പാരമ്പര്യങ്ങളൊക്കെ വിട്ട് ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ യേശുവിനായി കൊടുത്തു, എൻ്റെ ജീവിതം എന്തായി തീരും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. യേശു നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. യേശുവിൻ്റെ അരികിൽ വന്ന ഒരു കുഞ്ഞുങ്ങളെയും കർത്താവ് തള്ളിക്കളഞ്ഞായിട്ട് കാണുന്നില്ല. വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ച് മനുഷ്യനും മതവും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വിധിച്ച ആ സ്ത്രീയെ പോലും വിടിവിച്ചവനാണ് കർത്താവ് യേശു ക്രിസ്തു. തള്ളിപ്പറഞ്ഞ ആണയിട്ട് പ്രാഗിയ പത്രോസിനെ ആ കടൽ തീരത്ത് കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് കാത്തിരുന്നവനായ യേശു. നിങ്ങളുടെ മേലൊരു വാഗ്ദത്തമുണ്ടോ? കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വേദോസ്തവം വായിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വാക്യത്തിലൂടെ കർത്താവ് നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. കർത്താവ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. വാസ്തവത്തിൽ അന്ന് ആ ദേവാലയത്തിനകത്ത് പലർക്കും യേശുവിനെ മനസ്സിലാകാതിരുന്നപ്പോൾ, പലരും ഇത് യേശുവാണെന്ന് അറിയാതിരുന്നപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം ശിമയോൻ അതെങ്ങനെ മനസ്സിലാക്കി. പലർക്കും പുറമേ നല്ല കാഴ്ചയുള്ളവരോടെ നിൽപ്പുണ്ട്, നല്ല ആരോഗ്യമുള്ളവരോടെ നിൽപ്പുണ്ട്. ഇവർക്ക് ആർക്കും മനസ്സിലായില്ല ഇത് ലോക രക്ഷകനായ യേശുവാണ്. പക്ഷേ ഇത്രയും പ്രായമുള്ള ശിമയോൻ ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു? കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കാരണങ്ങളാണ് തുടർന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശിമയോൻ യേശുവിനെ കണ്ടു. ഇന്ന് ഈ TV പ്രോഗ്രാം കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ യേശുവിനെ മുഖാമുഖമായി കാണുവാൻ ആഗ്രഹമുണ്ട്? അതെ, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. യേശുവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഈ യേശുവിനെ നിങ്ങൾക്കും മുഖാമുഖമായി കാണാൻ കഴിയണമെങ്കിൽ ഈ ശിമയോനെ പോലെ ചില അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം. എന്തായിരുന്നു ശിമയോനിൽ ഉണ്ടായിരുന്ന ക്വാളിറ്റീസ്? ഒന്ന്, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അതെ, എപ്പോഴും നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവം നമ്മളെ നീതീകരിച്ച ആ നീതീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയത്തുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
റോമർ 3:26 എഴുതിയിട്ടുണ്ട്, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. ആ കർത്താവിലുള്ള നീതിയാൽ മാത്രമേ നീതിമാനായ ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല നാം നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ഏതെങ്കിലും നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒന്നുമല്ല. അത് ചെയ്യേണ്ടെന്നല്ല, അതെല്ലാം നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യണമെന്നാണ് വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നുമല്ല നാം ദൈവമക്കളായതും അല്ലെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടതും. നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല. യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് ചെയ്തു. യേശു കർത്താവ് തൻ്റെ ജീവിതത്തെ നമുക്കായിട്ട് തന്നു. യേശു ക്രിസ്തുവിൻ്റെ നീതിയാല നാം നീതീകരിക്കപ്പെട്ടെ, നമ്മുടെ നീതിയാലല്ല. ഏകൻ്റെ അനുസരണക്കേടിനാൽ ആദം എന്ന ഏകൻ നിമിത്തം സകല മനുഷ്യരും പാപത്തിന് അധീനരായെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എത്രയധികമായി ജീവനിൽ വാഴും എന്ന റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തു എന്ന ഏകൻ്റെ അനുസരണത്താലാണ് നാം നീതിമാന്മാരായ, നമ്മുടെ അനുസരണത്താലല്ല. എന്നാൽ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നു. ആ ദൈവനീതിയാൽ മാത്രമേ ദൈവമുഖം കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ബൈബിൾ പറയുന്നത്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു, നീതിമാൻ പന പോലെ തഴച്ചു വളരുന്നു. ഇങ്ങനെ അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. യഹോവയുടെ ചെവി തൻ്റെ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന വേഗം സ്വർഗത്തിലെത്തുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എന്നെ നീതീകരിച്ചു എന്ന എൻ്റെ ഉറപ്പാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള എൻ്റെ പ്രാഗൽഭ്യം. ഇനി യേശു കർത്താവ് വീണ്ടും വരുന്നത് പാപികളെ ചേർക്കാനല്ല. യേശു ഭൂമി വന്നത് പാപിയെ ചേർക്കാനാണ്. യേശു ഭൂമിയിൽ വന്നത് പാപികളെ വിടിവിപ്പാൻ തന്നെയാണ്. പക്ഷേ ഇനി യേശു വരുന്നത് പാപികളെ രക്ഷിക്കാനല്ല. പാപികളെ രക്ഷിക്കാൻ ഒരിക്കൽ യേശു വന്നു കഴിഞ്ഞു. എന്നാൽ ഇനി യേശു കർത്താവ് വരുന്നത് തീർച്ചയായിട്ടും തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ്, തൻ്റെ മക്കളെ ചേർക്കാനാണ്. വിശുദ്ധന്മാരെ ചേർക്കുവാനും നീതികെട്ടവരെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ന്യായം വിധിക്കുവാനുമാണ് കർത്താവ് ഇനി വരുവാൻ പോകുന്നത്. അപ്പോൾ ശിമയോനെ പോലെ നിങ്ങൾക്കും യേശുവിൻ്റെ മുഖം കാണണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റാരും കാണാത്ത യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചവരായിരിക്കണം. വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. 2 ഇവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അപ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. 4-ാം വാക്യം പറയുകയാണ്, നീ അല്ലാതെ ഒരു ദൈവവും തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? യേശുവേ, അങ്ങേ ഞാൻ കാത്തിരിക്കുന്നു, അങ്ങയുടെ അത്ഭുതത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, വിടുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, വിടുതലിൻ്റെ വലിപ്പം വലുതാണ്. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി നാളായി ഉപവസിക്കുന്നു, പക്ഷേ എൻ്റെ വിഷയങ്ങൾക്കകത്തൊന്നും ഒരു ഡെലിവറൻസ് ഉണ്ടാകുന്നില്ല, ഒരു വിടുതൽ നടക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ചില തടസ്സങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഓർക്കുക, മനസ്സിലാക്കുക, മറ്റാർക്കും ഇല്ലാത്തൊരു വലിയ നന്മ, ഒരു വലിയ വിടുതൽ, ഒരു വലിയ അനുഗ്രഹം യേശു നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ഒരു കുടിൽ പണിയാൻ 10 ദിവസം മതി, പക്ഷേ 10 നിലയിൽ ഒരു ബിൽഡിംഗ് പണിയാൻ കുറഞ്ഞത് 3 വർഷമേലും വേണം. പ്രിയപ്പെട്ടവർ, ഒരു കുടിൽ പണിയാൻ 10 ദിവസം മതിയെങ്കിൽ 10 നിലയിൽ പുറത്തുള്ളൊരു ബിൽഡിംഗ് പണിയാൻ 3 കൊല്ലം മേലും എടുക്കും. അപ്പോൾ ഓർക്കുക, ദിവസങ്ങൾ കൂടുന്നെങ്കിൽ ഓർക്കുക, വിടുതൽ വൈകുന്നെങ്കിൽ ഓർക്കുക, വലിയ കാര്യങ്ങളാണ് കർത്താവ് ഒരുക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങൾ യേശു നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ശിമയോനെ പോലെ നിങ്ങൾ അവനെ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മുഖം നിങ്ങൾ കാണും. ശിമയോൻ ആരായിരുന്നു? 1, ബൈബിൾ പറയുന്നു അവൻ നീതിമാനായിരുന്നു. 2, അവൻ ദൈവത്തെ കാത്തിരുന്നവനായിരുന്നു. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. യേശുവിനെ കാണാൻ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാൻ നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ തനിക്കുള്ളവൻ അല്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ നമ്മെ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ യേശുവിനെ കർത്താവെന്ന് പറയാൻ ഒക്കത്തുള്ളൂ. ദൈവം ആരാന്ന് യഥാർത്ഥമായിട്ട് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ഈ വേദോസ്തവം എഴുതിയത് പരിശുദ്ധാത്മാവിലാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാലാണ് ബൈബിൾ എഴുതിയത്. അങ്ങനെയെങ്കിൽ ഈ ബൈബിൾ മനസ്സിലാകണമെങ്കിലും അതേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അതേ പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രമേ ഈ വചനം നമ്മുടെ അകത്തോട്ട് കയറത്തുള്ളൂ. ഇന്ന് ഈ TV പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദറെ, നീതീകരിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലായി, യഹോവയെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് എങ്ങനെ ലഭിക്കും? യേശു കർത്താവ് എന്നാ പറഞ്ഞ്, തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, അപ്പോൾ അതിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണം, വിമർശിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിലും അത്ഭുതം ചെയ്യുവാൻ, അവനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം മതിയായവനാണ്. യോഹന്നാൻ യോർദാൻ്റെ തണുത്ത വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം യേശു കർത്താവ് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു തന്നെ, ദാ വരുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അതെ, യേശുവിന് നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ കഴിയും. അപ്പോൾ ദൈവപുത്രനായ യേശുവിൻ്റെ മുഖം കാണണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ, ഒന്ന്, വിശ്വാസത്താലുള്ള നീതീകരണം. ശിമെയോൻ നീതിമാനായിരുന്നു. 2, അവൻ ഇസ്രായേലിൻ്റെ രക്ഷകനെ കാത്തിരുന്നവനായിരുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. 3, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും ആഴമായി അനുഭവിക്കാൻ അറിയാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമെന്നും. അടുത്ത കാര്യം, 4-മത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുമ്പോൾ മരണം കാണത്തില്ലെന്ന് അവൻ അരുളപ്പാടുണ്ടായി. 4-മത്തെ കാര്യം എന്നാ? അവൻ വാഗ്ദത്തം കേട്ടവനായി എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. ദൈവശബ്ദം അവൻ കേൾക്കുന്നവനായതുകൊണ്ടല്ലേ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുമ്പോൾ മരണം കാണത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് കേൾക്കണമെങ്കിൽ അവൻ്റെ കാതുകൾ അതിനായി തുറക്കപ്പെട്ടതായിരിക്കണം. അപ്പോൾ യേശുവിനെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ 4-മത്തെ കാര്യം, നമ്മുടെ കാതുകൾ എപ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതും തകർച്ചകൾ ഉണ്ടാകുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്തെല്ലാം പോയി എടുത്തു ചാടി സമാധാനം പോകുന്ന എല്ലാം ദൈവശബ്ദം കേൾക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ? ഇറ്റ്സ് എ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്ന പൈസ ഉണ്ടോയെന്നാണ്. ഒരു കൺവെൻഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പം ആദ്യം നോക്കുന്നത് ഈ കൺവെൻഷൻ നടത്താനുള്ള കാശുണ്ടോ എന്ന് ആൾക്കാർ നോക്കുന്നത്. പക്ഷേ അതല്ല ആദ്യം വേണ്ടത്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്നൊന്ന് നോക്കണം. അത് ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ ദർശനത്തിൽപ്പെട്ട കാര്യമാണെന്ന് നോക്കണം. ശ്രദ്ധിക്കുക, 1-മത്തെ കാര്യം, അത് ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ വിഷനിൽപ്പെട്ട കാര്യമാണെന്ന് നോക്കണം. 2-മത്, ഈ ദൈവഹിതം, ഈ വിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ ഇത് ഏറ്റെടുത്ത കുറച്ച് പേര് എൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കണം. 3-മതേ, പൈസ ഉണ്ടോ എന്ന് നോക്കാവൂ. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ഇത് ദൈവം തന്ന ദർശനമാണെങ്കിൽ, ഇതിനോട് ചേർന്ന് നിൽക്കാൻ ഈ ദർശനം ഏറ്റെടുത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പൈസ പുറകെ വരും. അത് കർത്താവ് നൽകിയിരിക്കും. നമ്മൾ ആദ്യം നോക്കുന്ന ഇത് ചെയ്യാൻ പൈസ ഉണ്ടോയെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഒരു കല്യാണം ആലോചിക്കുമ്പം, ഒരു വീട് കെട്ടാൻ പോകുമ്പം, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുമ്പോൾ, ഏതൊരു കാര്യം, ഒരു ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെയും നാം പ്ലാൻ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കണം. അപ്പോൾ ഇത് നിൻ്റെ ഹിതമാണോ? നിൻ്റെ ഹിതം നടന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കണം. ആ ഗെത്സമന തോട്ടത്തിൽ യേശു എന്നാ പ്രാർത്ഥിച്ച, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഞാൻ ഉറപ്പായിട്ട് പറയാം, ദൈവഹിതപ്രകാരം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതാ യേശു പറഞ്ഞത്, ഞാൻ നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പിഴുതു പോകും. അതിൻ്റെ അർത്ഥം എന്നാ? അവൻ നട്ടതിനെ പിഴുതാൻ ആർക്കും ഒക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണെങ്കിൽ നിലനിൽക്കും, ഇത് ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യത്തെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. 4-മത്തെ ശിമെയോൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു. 5-മത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. 5, അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. അതിൻ്റെ അർത്ഥം അവൻ ദൈവശബ്ദം കേൾക്കുന്നവനെ മാത്രമല്ല,
മാത്രമല്ലായിരുന്നു, അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനായിരുന്നു, ആത്മനിയോഗത്താൽ നടക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം അനുസരിച്ച് നടക്കുന്നവരായാൽ കറക്റ്റ് ആ സ്ഥാനത്ത്, ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും. പലർക്കും യേശുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റിയില്ല. ശിമയോന് മാത്രം ആ യെരൂശലേം ദേവാലയത്തിൽ എത്താൻ പറ്റിയത് ആത്മാവ് അവനോട് പറഞ്ഞു, യേശു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ആത്മനിയോഗത്തിൽ അവൻ നടന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നവരാകണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തി നടക്കത്തില്ല. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ 1, നിങ്ങൾ നീതിമാനായിരിക്കണം. 2, നിങ്ങൾ അവനെ കാത്തിരിക്കുന്നവരായിരിക്കണം. 3, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയപ്പെട്ടവരായിരിക്കണം. 4, നിങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കുന്നവരായിരിക്കണം. 5, ഈ ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവിങ്കൽ നിങ്ങൾക്ക് എടുക്കപ്പെടാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായി യേശുവിൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഈ 5 കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാലത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ ഒരു കൂട്ടത്തെ നീ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ ഉള്ളിൽ നിൻ്റെ വിശ്വാസവും നിൻ്റെ സ്നേഹവും നിൻ്റെ കൃപയും നിറയട്ടെ. കർത്താവേ, ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനുണ്ടെങ്കിൽ, ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇവരെ നിറയപ്പെടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. തടസ്സങ്ങളെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളാലും കർത്താവിനെ നിറച്ചാട്ടെ, മാനിച്ചാട്ടെ. ഇവരൊരു അത്ഭുത വിഷയമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ട എല്ലാ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചിരിക്കുന്നു. അത്ഭുത സൗഖ്യം കർത്താവ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ടെലിവിഷൻ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും. ഞായറാഴ്ച നടക്കുന്ന ആരാധനകൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ മറ്റേതെങ്കിലും ചർച്ചുകളിൽ പോകുന്നവരെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അല്ല, നിങ്ങൾ കൊട്ടാരക്കര ചർച്ചിൽ ആരാധനയെ സംബന്ധിച്ചതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ചർച്ചുകളിൽ നിന്ന് നിങ്ങളിപ്പോൾ പോകുന്നില്ല, തീർച്ചയായിട്ടും ഇങ്ങനൊരു ആരാധനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമാണെന്നുള്ളവർ തീർച്ചയായിട്ടും ഞായറാഴ്ച കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കുകയും കർത്താവ് നിങ്ങളെ ധാരാളമായി മാനിക്കുകയും ചെയ്യട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനർത്ഥ ദിവസങ്ങളിൽ യഹോവ അവനെ വിടുവിക്കുന്നു. ഈ അധ്യയന വർഷത്തിൽ അനേക കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുവാനായി തയ്യാറെടുക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ, അനേക ഇടങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പുതിയ ക്ലാസ്സിലേക്കും പുതിയ കോളേജിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടറിയാം, ഈ പുതിയ വർഷത്തിൽ സ്കൂളിലേക്ക് പോകുവാനായി നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു സ്കൂൾ ബാഗ് വാങ്ങുവാൻ, നോട്ട്ബുക്ക് വാങ്ങുവാൻ, അല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് അയക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വർഷത്തിൽ നല്ല സ്കൂൾ ബാഗും നോട്ട്ബുക്കും ഒക്കെയായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതിന് നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനു വേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്ക് വേണ്ടിയാകുന്നു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷവും അതിന് മുൻപിലത്തെ വർഷങ്ങളിലൊക്കെയും എൽഷദായ് മിനിസ്ട്രിക്കും ജീസസ് ഈസ് എലയും ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിനും സ്കൂൾ തുറന്ന സമയത്ത് അനേക കുഞ്ഞുങ്ങൾക്ക്, നിവൃത്തിയില്ലാത്ത ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗും സ്കൂൾ മെറ്റീരിയൽസും ഒക്കെ വാങ്ങിക്കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഈ വർഷവും ഏകദേശം 150-ലധികം കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗും നോട്ട്ബുക്കും അവർക്ക് വേണ്ടുന്ന സ്കൂൾ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വലിയ സാമ്പത്തികമായൊരു ചിലവുണ്ട്. ഏകദേശം ഒരു കുഞ്ഞിന് ഞങ്ങൾ ചിലവാക്കുവാൻ ആഗ്രഹിക്കുന്നത് 750 രൂപയോളമാണ്. കഴിഞ്ഞ വർഷത്തിൽ അനേക പ്രിയപ്പെട്ടവർ അതിനായി സഹായിച്ചു. 5 കുഞ്ഞുങ്ങളെ, 10 കുഞ്ഞുങ്ങളെ നമുക്ക് സ്കൂളിലേക്ക് അയക്കാൻ കഴിയും. അവൻ പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ നമുക്ക് സഹായിക്കാനായി കഴിയും. ഈ വർഷം സഭയായി ചെയ്യുന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അതിനായിട്ട് അനുഗ്രഹിക്കും. ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന, അപ്പോൾ തന്നെ ആ സ്കൂളിലേക്ക് പോകുവാൻ കഴിയാതെ
പഠനോപകരണങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നമ്പറിൽ എൽഷദായ് മിനിസ്ട്രി എന്ന പേരിൽ നിങ്ങൾ ചെക്കുകളും മണി ഓർഡറുകളും അയക്കുക. ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്കൂളിൽ അയക്കുവാനുള്ള അവസരമുണ്ട്. ദയവായി ഈ വലിയ സംരംഭത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊട്ടാരക്കര ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നു വരുന്നു. ഈ മീറ്റിങ്ങുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കടന്നു വരിക. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. ഫോൺ 0474 329 889. മൊബൈൽ 99474 84846. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ